ഇതിന് വഴിയില്ലല്ലോ. ഇത് കൊക്ക പോലത്തെ സാധനം. വണ്ടി കൊണ്ടിടാൻ പോയിട്ട് ആളെ കാണുന്നില്ല കേട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയും കേൾക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയണില്ല. എനിക്ക് ചെറുതായിട്ട് പേടിയും വരുന്നിട്ടാ. പിന്നെ സേഫ്റ്റിക്ക് മഴക്കോട്ടുണ്ട്, അതാരും കുഴപ്പമില്ല. മഴ എങ്ങാനും പെയ്യുവാണെങ്കിൽ പിന്നെ അവൻ വന്നിട്ടാ. പിന്നെ ലൊക്കേഷൻ നമ്മൾ നോക്കണേ. ഈ കാണുന്ന സാധനം പക്ഷെ അങ്ങോട്ട് വഴി പ്രവർത്തനമായിരുന്നാല് മാപ്പ് കാണിക്കുന്നത് നേരെ, പക്ഷെ കോണിലെത്തിച്ചേർന്ന് ഇവിടെ. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെയോ ആണ്. വെള്ളച്ചാട്ടത്തിന് ഒച്ചയും കേൾക്കുന്നുണ്ട്, പക്ഷെ ഫ്രണ്ടോട്ട് കാടാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ റിട്ടേൺ പോരുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കൂടെ എൻ്റെ ഫ്രണ്ടിനെന്ന് പറഞ്ഞില്ലേ, നമ്മൾ അവിടെ വിളിച്ച് അന്വേഷിക്കുകയാണ് കേട്ടോ എവിടെ സംഭവം എന്നുള്ളത്. അടുത്തെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ നടന്നതാണ് ബസ്. ആ റോഡ് നേരെ നേരെ വരുന്ന ചെയ്യണത് കോലിന്റെ അടുക്കുന്ന റോഡ് കണ്ടു. പിന്നെ പക്ഷെ ആ ഗേറ്റ് അടച്ചന അവിടെ ഒരു കോലിന് എന്തോ സംഭവം അവിടെ കല്ല് വെട്ടുന്ന പുറയ്ക്ക. ഗൈസ് നമ്മൾ വഴി തെറ്റി കാരണം നമ്മൾ റിട്ടേൺ അടിക്കാണ് ഗൈസ്. തെറ്റായ റൂട്ടിലൂടെയൊക്കെ വന്ന് ഏതൊക്കെയോ പരിപാടിയിലെത്തി. റിട്ടേൺ ബാക്ക്. അറിയില്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെയായാലും വഴിയൊക്കെ തെറ്റും, അത് സ്വാഭാവികമാണ്. അപ്പോൾ നമ്മളിതേ നാട്ടുകാരോടൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എവിടെ സ്ഥലം എന്നുള്ളത്. നമ്മൾ 2-3 പേരോട് ചോദിച്ചപ്പോൾ അവർ തെറ്റായ വഴിയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഗൂഗിളുമായി ചതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ ഏട്ടന്മാരെ വിശ്വസിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. നമ്മൾ വന്ന വഴി തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നമ്മൾ ലോങ് ഓടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ഇപ്പോൾ ചെയ്യുക. കൂടെ ഫ്രണ്ടിനെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ ഇടയ്ക്ക് നമ്മൾ പിക്ക് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവുകയാണ്. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ പോണത്. ഇതാണ് കയറ്റാന്ന് ഉദ്ദേശിച്ചവൻ. പക്ഷെ നമ്മൾ ഇതിൽ കൂടുതൽ കയറ്റം കയറിയിട്ടുള്ളതാണ്, നമുക്ക് മനസ്സിലായില്ല. കുറച്ചും കൂടി ലോങ് പോയി കഴിഞ്ഞപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആളെ പിക്ക് ചെയ്തു, പക്ഷെ വീഡിയോ മിസ്സായി പോയി കേട്ടോ, എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലൊക്കേഷൻ അടിച്ചപ്പോ കാണിക്കുന്നുണ്ട്, പക്ഷെ അവിടെ മൊത്തം കാടാണ്. ഐസ് അങ്ങനെ നമ്മളിതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇനി കുറച്ച് നടക്കാനുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വരുമ്പോ നമുക്ക് പോയാ പറയാം. ഫോട്ടോ എടുക്കണ്ട. ആരുടെയും ചോദിക്കുമ്പോൾ തോർത്തണ്ട് ചോദിച്ചാൽ മതി. തലയിങ്ങനെ തോർത്ത. അവന്റെ വീട്ടിലില്ലേ ഇവിടെ അടുത്താന്ന് പറഞ്ഞത്. ഗായ്സ് അവർ രണ്ടുപേരും കൂടി വർത്താനം പറഞ്ഞ് നമ്മൾ വഴി തെറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ബാക്കിൽ വ്ളോഗും കൊണ്ട് നടക്കുന്നുണ്ട്. ശരിക്കും അവനെ കൊണ്ട് വ്ളോഗ് എടുപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ചെറിയ രീതിയിൽ ഒച്ചപ്പാട് നമുക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. അതേ സംഭവം നമ്മൾ കാണുന്നുണ്ട് ഗൈസ്. നമ്മളിത് എത്താൻ പോവാണ്. കുറച്ച് മിനിറ്റ് കൂടി ഉണ്ടാവുള്ളൂ. ഇത് കടന്നിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ കേട്ടാ. കുറച്ച് റിസ്ക് ആണല്ലേ. എൻ്റെ ഫുള്ള് പാൻറ്റ് നനയല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് വേറെ പോകുന്നില്ല. അതേ അവൻ പാൻറ്റ് കയറ്റി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എൻ്റെ പാൻറ്റ് ഞാൻ ജീൻസ് ഭാഗ്യത്തിന് ഇടാഞ്ഞത് നന്നായി. പിന്നെ കുറച്ചേ ഉള്ളൂ, പക്ഷെ ഇവിടെ എങ്ങാനും അടിച്ചെന്നാലും വീണ് കഴിഞ്ഞാൽ പണിയാവും കേട്ടോ. ഞാൻ നനയാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ നനഞ്ഞു. സാരില്ല.
ഓ ഇപ്പോഴൊരു സമാധാനമായത് കേട്ടോ. നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കുറേ നേരം അലഞ്ഞിരുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട്. ഇനിയിപ്പോൾ കുറച്ചും കൂടി മുമ്പോട്ട് നടന്നാൽ മതില്ലോ എന്നാണ്. പക്ഷെ അവൻ പറഞ്ഞത് നമ്മളിപ്പോൾ നടക്കണ ഈ വഴി മൊത്തം വെള്ളം കൊണ്ട് നിറയുമെന്നാണ്, നമുക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റാത്ത രീതിയിലാവും എന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ നമ്മൾ അത്രയ്ക്കും വെയിറ്റ് ആക്കാൻ നിന്നില്ല. നമ്മൾ 2 ദിവസം മഴ പെയ്തപ്പോൾ തന്നെ നമ്മളിങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ ഇതേ ബാക്കിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് റീല് കണ്ട് വന്നപ്പോഴാണ് വന്നതെന്ന് പറഞ്ഞില്ലായിരുന്നോ. ദേ ഈ സൈഡ് കാണുന്ന വീടാണ് കേട്ടോ അവർ റീൽസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടോട്ട് പോകുമ്പോൾ നമുക്ക് ആ വീട് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ അവിടെ ആൾതാമസം ഇല്ല എന്നാണ് കേട്ടോ പറയണത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ലക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്ലിയർ വെള്ളമല്ലേ. നമുക്ക് കുളിക്കാനായാലും മഴക്കാനായാലും വ്ളോഗിങ് ആയാലും എന്തിനൊക്കെ ആയാലും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് മലപ്പുറത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇവിടുത്തെ വെള്ളം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ആളുകളും അടിപൊളിയാണ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് ക്ലിയർ വെള്ളം, ഞാൻ ആലപ്പുഴ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ വീട് ഇതേ ആ വീടാണ് കേട്ടോ, ആ ഓടിട്ട വീട്. പിന്നെ നല്ല രസമില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുറച്ച് കുട്ടികൾ വന്നിട്ട് അവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഞാൻ റീൽസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എടാ കുളിക്കാൻ വന്നാൽ മതിയായിരുന്നടാ. എടാ കുളിക്കാൻ ഡ്രസ്സില്ലല്ലോ. എടാ എനിക്ക് ഇറങ്ങണം അതിൻ്റെ അകത്ത്. അമ്മ ചെപ്പക്കുറ്റിക്ക് അടി കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് കുളിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരായിരിക്കാം മേ ബി, അല്ലാതെ അവരെങ്ങനെ വരില്ലല്ലോ. സംഭവം പക്ക രസമായിട്ടോ. പിന്നെ ഞാനിത് ഫുള്ളും ഇങ്ങനെ നനയുന്നുണ്ടായിരുന്നു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്രയും കുത്തി ഒഴുകുന്ന സമയത്ത് നമ്മുടെ മേലൊക്കെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയാണ് ഗൈസ്. ഇന്നത്തെ ദിവസം ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം വയനാട്ടിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് അത് നടന്നിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ആ വാട്ടർഫാൾ കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും മലപ്പുറത്ത് വന്നപ്പോൾ റീൽസ് കണ്ടിട്ടായാലും ഇങ്ങനത്തെ അടിപൊളി ഒരു സ്ഥലം കാണാൻ പറ്റിയതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. എങ്ങനെ അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അല്ല കേട്ടോ, അവിടെ താഴത്ത് കുളിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാനതൊന്ന് വീഡിയോ എടുക്കാഞ്ഞിട്ടാണ് കേട്ടോ. കാരണം അത് മോശമല്ലേ. പിന്നെ ഇത് കണ്ട മുകളിൽ അവർ കയറിയൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരെങ്ങനെ കയറിയെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അടിച്ച് നല്ല വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെത്തണ്ടെന്ന് ഓർത്തപ്പോൾ പിന്നെ അതിന് വേണ്ടി റിസ്ക് ഒന്നും എടുത്തില്ല കേട്ടോ. സംഭവം ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്താൽ കേട്ടോ. അപ്പോൾ ചാച്ചാ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ, ബൈ.